ഓക്കെ, ഫ്രാക്ഷൻസിൽ വരുന്ന വേർഡ് പ്രോബ്ലംസ് നിങ്ങൾക്ക് മീനിങ് മനസ്സിലായാൽ അഡീഷൻ ചെയ്യാൻ പറ്റുമല്ലോ. ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലായാൽ അഡീഷന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അഡീഷന്റെ ക്വസ്റ്റ്യനിൽ വേർഡ് പ്രോബ്ലംസിൽ ഒന്നുകിൽ ടോട്ടൽ എന്നുള്ള വേർഡ് ഉണ്ടാവും. ഫൈൻഡ് ദ ടോട്ടൽ, അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ഇതിൽ കൊടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. Rakesh typed 7/17 of a page in the morning and 4/17 of the same in the evening. What fraction of the page was typed by Rakesh in one day? ഒരു ദിവസം ഒരു പേജിന്റെ 7/14 രാവിലെയും 7/17 രാവിലെയും 4/17 വൈകുന്നേരവും ടൈപ്പ് ചെയ്തു. Then what fraction of the page was typed by Rakesh in one day? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്രയായിരിക്കും രാകേഷ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ മോർണിംഗിലും ഈവനിങ്ങിലും ടൈപ്പ് ചെയ്ത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ വേർഡ് പ്രോബ്ലംസിന്റെ എക്സാമിന് നിങ്ങൾക്ക് വേർഡ് പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു 3-4 തവണ വായിച്ചതിന് ശേഷം അതിന്റെ മീനിങ് മനസ്സിലാക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് എന്നൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? അഡീഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഹൗ മച്ച് എന്ന് മാത്രം ഉണ്ടെങ്കിൽ ടോട്ടൽ ആയിരിക്കും. ഹൗ മച്ച് ലെസ് അല്ലെങ്കിൽ ഹൗ മച്ച് മോർ എന്നാണെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ വരുന്ന ഓരോ സെപ്പറേറ്റ് വേർഡ്സിന്റെ ബേസിൽ നമുക്ക് അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്നൊക്കെ മനസ്സിലാവും. ഇവിടെ എക്സസൈസ് 6.3 ഒരു 5 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് അതിന്റെ മീനിങ് പറഞ്ഞുതരാം. അതിലെല്ലാം സിമ്പിൾ അഡീഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, Vinay bought 4/9 meter of cloth. Samir bought 7/9 meter of the same cloth. What is the total length of the cloth bought by them? കണ്ടോ, അവിടെ what is the total length? ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ അവിടെ അഡീഷനാ വരാം. ഓക്കെ, വിനയ് ഒരു ക്ലോത്തിന്റെ 4/9 മീറ്റർ വാങ്ങി, സമീർ അതേ ക്ലോത്തിന്റെ 7/9 മീറ്ററും വാങ്ങി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവർ എത്രയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? Then second one, a mother gives 1/4 liter, 1/4 liter and 1/2 liter of milk to her 3 children each day. How much milk does she buy for her children every day? ഒരമ്മയുടെ 3 മക്കൾക്ക്, അവിടെ പക്ഷഭേദം കാണിക്കുന്നുണ്ട് അല്ലേ, പക്ഷഭേദം കാണിക്കുന്നുണ്ട്. 3 മക്കൾക്ക് ഒരാൾക്ക് 1/4 ലിറ്റർ, രണ്ടാമത്തെ ആൾക്കും 1/4 ലിറ്റർ, മൂന്നാമത്തെ ആൾക്ക് 1/2 ലിറ്റർ. തെറ്റല്ല അങ്ങനെ കൊടുക്കുന്നേ? 3 പേർക്ക് ഒരുപോലെ കൊടുക്കണ്ടേ അല്ലേ? എന്നാൽ ഈ ചിലപ്പോ ഒരാൾ വലുതായതുകൊണ്ടായിരിക്കും 3 പേർക്കും 3 തരത്തില് മിൽക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അമ്മ ഒരു ദിവസം ഈ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി എത്രയായിരിക്കും മിൽക്ക് വാങ്ങുന്നത്? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? 1/4 plus 1/4 plus 1/2. Okay, then third one, a ribbon was cut into 3 pieces of length 2 1/9 meter, 5 5/9 meter and 1 4/9 meter. What was the length of the ribbon before it was cut? ഒരു റിബൺ എന്ത് ചെയ്തിട്ടുണ്ട്? 3 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നിന്റെ ലെങ്ത് 2 1/9 മീറ്റർ, രണ്ടാമത്തേത് 5 5/9 മീറ്റർ, മൂന്നാമത്തേത് 1 4/9 meter. Then what is the total length? What was the length of the ribbon before it was cut? അത് മുറിക്കുന്നതിന് മുന്നേ എത്രയായിരിക്കും ആ റിബണിന്റെ ലെങ്ത്? എന്ത് ചെയ്താൽ മതി? അത് 3ഉം കൂടി
ആഡ് ചെയ്താൽ മതി. മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് മിക്സഡ് നമ്പർ ആയിട്ടാണ് വരുന്നത്. 2 1/9. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതണം. 2 1/9 ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതിയാൽ 2 into 9 18, 18 plus 1 19, 19 by denominator same 9, 19 by 9. 5/9 മിക്സഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 5 into 9 45, 45 plus 5 50, 50 by 9. മിക്സഡ് ഫ്രാക്ഷനെ മാറ്റാൻ മനസ്സിലായില്ലേ? Listen here. ഇതന്ന് നമ്മൾ പറഞ്ഞു തന്നതാണേ. 2 1/9. ഇത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 into 9 plus 1 ഡിനോമിനേറ്റർ, ഇതിൻ്റെ തന്നെ ഡിനോമിനേറ്റർ 9. അപ്പം എത്ര കിട്ടും? 2 into 9 18, 18 plus 1 19 by 9, 19 by 9. Next 5/9 equal to this 5 into 9 plus this 5. 5 into 9 plus 5 denominator same 9 equal to 5 into 9 45, 45 plus 5 50 by 9, 50 by 9. ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ, മിക്സഡ് നമ്പറിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത്. ഓർമ്മയുണ്ടല്ലോ ചെയ്തത്? അപ്പോൾ വേർഡ് പ്രോബ്ലംസിൽ ഇതുപോലെ മിക്സഡ് നമ്പർ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു കൺവേർട്ട് ദിസ് മിക്സഡ് നമ്പർ ഇൻടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ആദ്യം തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ, മിക്സഡ് നമ്പറിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇപ്പൊ പറഞ്ഞതുപോലെ. എന്നിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ഓക്കെ. Then fourth one, Salma covered 1 2/13 kilometer by bus, 2 5/13 kilometer by car, and 3 4/13 kilometer by rickshaw. What is the total distance covered by her? സൽമ എവിടേക്കോ പോകുന്ന സമയത്ത് കുറച്ചു ദൂരം ബസ്സിലും കുറച്ചു ദൂരം കാറിലും കുറച്ചു ദൂരം റിക്ഷയിലും ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ട്രാവൽ ചെയ്ത ദൂരം എത്രയായിരിക്കും? അത് മൂന്നും കൂടി ആഡ് ചെയ്താൽ മതി. ഇതും അതുപോലെ തന്നെ 1 2/13 മിക്സഡ് നമ്പർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. Then fifth one, Tom ate 2/3 of a cake and Anu ate 4/13 of the same cake. How much of the cake is eaten? ഒരു കേക്കിന്റെ 2/3 ഭാഗം ടോമും 4/13 ഭാഗം അനുവും കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കേക്കിന്റെ എത്ര ഭാഗമായിരിക്കും അവർ രണ്ടുപേരും കൂടി കഴിച്ചിട്ടുണ്ടാവുക? 2/3 plus 4/13. ഇവിടെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കാം. എന്നിട്ട് രണ്ട് ഫ്രാക്ഷനെയും ഡിനോമിനേറ്റർ ആ LCM ആയിട്ട് വരുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, 3ഉം 13ഉം രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ? 3 and 13 രണ്ടും പ്രൈം നമ്പേഴ്സ് ആവുന്ന സമയത്ത് അതിന്റെ LCM കണ്ടുപിടിക്കാൻ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് പ്രൈം നമ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. രണ്ട് പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ LCM കണ്ടുപിടിക്കാൻ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3ന്റെയും 13ന്റെയും LCM is 3 into 13 39 വരും.
എന്നിട്ട് എന്ത് ചെയ്യാം, 2/3യെയും 4/13നെയും ഡിനോമിനേറ്റർ 39 വരുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിനോമിനേറ്റർ 39 വരുമ്പോ 2/3യെ എങ്ങനെ മാറ്റണം? 2/3യെ എങ്ങനെ മാറ്റണം? 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 39 കിട്ടുന്നത് നോക്കുക. 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. സെയിം ടൈം 2നെയും ന്യൂമറേറ്റർ 2നെയും 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ 4/13നെയും മാറ്റിയിട്ട് ആഡ് ചെയ്യാം. ഇനി വരുന്നത് നെക്സ്റ്റ് സബ്ട്രാക്ഷൻ. ഇതിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും പറഞ്ഞു തരാനില്ല. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഡീഷൻ പഠിച്ചിട്ടുണ്ട്. ആ അഡീഷൻ തന്നെയാണ് സബ്ട്രാക്ഷനും. അഡീഷനിൽ നമ്മൾ എന്താണ് ചെയ്തത് അത് തന്നെയാണ് സബ്ട്രാക്ഷനിലും വരുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. സെയിം ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഫ്രാക്ഷൻസിനെ കൺവേർട്ട് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ അഡീഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കണം. ക്വസ്റ്റ്യന്റെ മീനിങ് എന്ന് വെച്ചാല് അഡീഷന്റെ കേസിൽ ആഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ, ഫൈൻഡ് ദ സം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. സബ്ട്രാക്ഷന്റെ കേസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആ എക്സാമ്പിൾ കണ്ടോ? സബ്ട്രാക്ഷന് തൊട്ട് താഴെ സബ്ട്രാക്ഷൻ ഓഫ് ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സബ്ട്രാക്ട് 2/7 ഫ്രം 6/7. സബ്ട്രാക്ട് 2/7 ഫ്രം 6/7. അതെങ്ങനെയാ നമ്മൾ ചെയ്യാ? ഏതിൽ നിന്ന് ഏതാ മൈനസ് ചെയ്യണ്ടേ? സബ്ട്രാക്ട് 2/7 ഫ്രം 6/7 എന്ന് പറയുമ്പോൾ 6/7ൽ നിന്ന് 2/7 മൈനസ് ചെയ്യണം. 6/7ൽ നിന്ന് 2/7 മൈനസ് ചെയ്യാം. എങ്ങനെ മൈനസ് ചെയ്യും? 6/7 മൈനസ് 2/7. ഒരു ബുദ്ധിമുട്ടുമില്ല. ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ അത് തന്നെ എഴുതാം. എന്നിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 6 മൈനസ് 2 ഈക്വൽ ടു 4/7. 4/7. നമ്മൾ അഡീഷനിൽ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് സബ്ട്രാക്ഷനിലും വരുന്നത്. ഒറ്റൊരു ഡിഫറൻസേ ഉള്ളൂ, പ്ലസിന് പകരം മൈനസ് വരുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് സബ്ട്രാക്ഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻസ്. അതായത് ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലാത്ത കേസിൽ സബ്ട്രാക്ട് 1/2 ഫ്രം 2/3. 2/3യിൽ നിന്ന് 1/2 മൈനസ് ചെയ്യണം. 2/3 മൈനസ് 1/2. എന്ത് ചെയ്താൽ മതി? 3ന്റെയും 2ന്റെയും LCM കണ്ടുപിടിക്കാം. 3ന്റെയും 2ന്റെയും LCM എത്രയാ? രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ LCM കിട്ടും. So the LCM of 3 and 2 is 3 into 2 6. 6 ആണ് രണ്ടിന്റെയും LCM. ഓക്കെ. ഇനി 2/3നെ 6 ഡിനോമിനേറ്റർ ആയി വരുന്ന രീതിയിൽ എഴുതിയാൽ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക. അപ്പൊ എന്ത് ചെയ്യണം? 2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 2 equal to 4/6. അപ്പൊ 2/3നെ നമ്മൾ 4/6 എന്ന് മാറ്റി എഴുതി. നെക്സ്റ്റ് 1/2. 1/2 അതുപോലെ 6 ഡിനോമിനേറ്റർ ആയി വരുന്ന രീതിയിൽ മാറ്റി എഴുതുന്നുണ്ടെങ്കിൽ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുന്നത്. സെയിം ടൈം 1നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 3/6. 3/6 എന്ന് കിട്ടി. ഇനി 2/3ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 4/6.
മൈനസ് 1/2 പകരം 3/6 എന്ന് എഴുതാം. ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആയല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. 4 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. നമ്മൾ അഡീഷനിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. ഓക്കെ, ആ പേജിന്റെ പേജ് നമ്പർ 119 ഏറ്റവും താഴെ ഒരു മൂന്ന് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയേ. ഏറ്റവും താഴെ എക്സാമ്പിളിനൊക്കെ ഏറ്റവും താഴെ, to subtract unlike fractions, first find the LCM of their denominators, then change them into equivalent fractions with the LCM as the common denominator. Now subtract the fractions as we subtract like fractions. ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ മിസ് പറഞ്ഞതുപോലെ തന്നെ ഉള്ളു. അതില് അൺലൈക്ക് ഫ്രാക്ഷൻസ്, അതായത് ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാൻ ആദ്യം ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. എന്നിട്ട് ആ LCM ഡിനോമിനേറ്റർ ആയി വരുന്ന രീതിയിൽ ആ രണ്ട് ഫ്രാക്ഷൻസും കൺവേർട്ട് ചെയ്യാം. ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം? സാധാരണ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇനി മിക്സഡ് നമ്പേഴ്സ് ആണെങ്കിലോ, നെക്സ്റ്റ് പേജ് 120. മിക്സഡ് നമ്പേഴ്സ് ആണെങ്കിലോ, മിക്സഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ അഡീഷനിൽ എന്താ ചെയ്തേ? മിക്സഡ് നമ്പേഴ്സിനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റും അല്ലെ? മിക്സഡ് നമ്പേഴ്സിനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിലേക്ക് മാറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് LCM കണ്ടുപിടിക്കുക, ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഫ്രാക്ഷൻസിനെ കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് സാധാരണ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇനി അഡീഷണൽ ചെയ്തതുപോലെ തന്നെ അതിൽ ഹോൾ നമ്പേഴ്സ് നമുക്ക് ആദ്യം സബ്ട്രാക്ട് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് we can subtract the fractions. നമ്മൾ അഡീഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ അതിന്റെ ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തു, അതിനുശേഷം ഫ്രാക്ഷൻസും ആഡ് ചെയ്തു. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് എഴുതാന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് സബ്ട്രാക്ഷനും അഡീഷനും ചെയ്യാം. ചിലവർക്ക് LCM കണ്ടുപിടിച്ച് ചെയ്യാനായിരിക്കും ഈസി ആയിട്ട് തോന്നുക. പക്ഷെ കുറച്ച് കുട്ടികൾക്ക് എങ്ങനെയാ, ഹോൾ നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഫ്രാക്ഷൻസ് ബാക്കി ഫ്രാക്ഷൻസ് ബാക്കി ചെയ്യുന്നതായിരിക്കും ചിലവർക്ക് എളുപ്പമുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വന്നാൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത്, ആ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ എങ്ങനെയായാലും സെയിം ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണോ? നോക്കണ്ടേ? 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണ്ടേ? എക്സസൈസ് 6.4 ഓക്കെ, എക്സസൈസ് 6.4 എല്ലാ ക്വസ്റ്റ്യനും 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ A ബിറ്റിലെ എല്ലാ ക്വസ്റ്റ്യനും അവിടെ തന്നെ ഒന്ന് ആൻസർ ചെയ്ത് ടെക്സ്റ്റ് തന്നെ. അത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം അതെല്ലാം ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്, ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെ അതിന്റെ ആൻസർ ഒന്ന് എഴുതി വെച്ചു. എക്സസൈസ് 6.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ എല്ലാം ആൻസർ ഒന്ന് പെട്ടെന്നൊന്ന് എഴുതി വെച്ചു. ആരാ ഇതിന്റെ ആൻസർ എല്ലാം ഒന്ന് പറഞ്ഞിരുന്നേ? ഫസ്റ്റ് 2 ആൻസർ ഹന്ന ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ
5/18 minus 1/18, 4/18. 4/18. Second one, no? 14/14 minus 9/14 is equal to 5/14. Okay. അടുത്ത രണ്ടെണ്ണം ആരാ പറയുന്നേ? എഡ്വിൻ. എഡ്വിൻ സ്റ്റക്ക് ആണോ? ഓക്കെ, എന്നാ അതിലൊന്ന് പറഞ്ഞ മോനെ അടുത്ത രണ്ടെണ്ണം 3ഉം 4ഉം. മിസ്സേ മൂന്നാമത്തേതാ പറയണ്ടേ? ആ, മൂന്നാമത്തെ. 4/25. 4/25. നാലാമത്തേതോ? 0/23. ഓക്കെ, വെരി ഗുഡ്. 0/23. അടുത്ത രണ്ടെണ്ണം സായി കൃഷ്ണ, 5ഉം 6ഉം. മിസ്സേ ഞാൻ അറിയേണ്ടത് മിസ്സേ ഞാൻ എഴുതിയിട്ട് പറഞ്ഞ പോരെ? ആ, എഴുതിട്ട് പറഞ്ഞാൽ മതി. 5ഉം 6ഉം എന്ന സായി കൃഷ്ണ പറയട്ടെ, അവിടെ നിൽക്കട്ടെ. 7ഉം 8ഉം ആരാ പറയുന്നേ? ആരാ പറയുന്നേ 7ഉം 8ഉം? ലക്ഷ്മിപ്രിയ. 3/51. 3/51. 11/66. 11/66. വെരി ഗുഡ്. കഴിഞ്ഞോ സായി കൃഷ്ണ? ഓക്കെ, പെട്ടെന്ന്. Twenty-six by 33 minus 13/33. 33 equal to 13/33. 13/33. Okay. Next. 12/21. Okay, 12/21. Very good. അപ്പൊ അത് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ. ഇനി subtract by changing into improper fractions. അടുത്ത ക്വസ്റ്റ്യൻ. അതില് രണ്ടെണ്ണം ഇപ്പൊ ചെയ്തോ. ആദ്യത്തെ രണ്ടെണ്ണം 4 1/2 minus 3 2/3. വേണമെങ്കിൽ ഒന്ന് ഞാൻ ചെയ്തുതരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം, ശ്രദ്ധിച്ചോ. നോട്ടിൽ എഴുതിയെടുത്തോ ഇപ്പൊ തന്നെ. 4 1/2 minus 3 2/3. 4 1/2 minus 3 2/3. 4 1/2 നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 into 2 8. 8 plus 1 9/2. 9/2 minus 3 2/3 നെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതും? 3 into 3 9. 9 plus 2 11. 11/3. 11/3. ഇനി എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് 2 into 3 6. LCM 6. അപ്പോ 9/2 നെ 6 ഡിനോമിനേറ്റർ ആയി മാറ്റി എഴുതുമ്പോ 2 നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക. അപ്പൊ 9 നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ 11/3 നെ 6 ഡിനോമിനേറ്റർ ആയി മാറ്റി എഴുതുന്ന സമയത്ത് 3 നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം? 11 നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടി? 9 into 3 20.
7. by 6 minus 8 plus 1 9 by 2 3 into 3 9 plus 2 11 by 3 11 into 2 അല്ലേ ഇവിടെ ഓക്കെ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ 22 by 6 equal to 27 minus 22 by 6 equal to 27 ൽ നിന്ന് 22 മൈനസ് ചെയ്താൽ 5 by 6 5 by 6 ഓക്കെ ഇത് പെട്ടെന്ന് എഴുതിയെടുത്തോ എന്നിട്ട് അടുത്തൊരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പൊ ഒന്ന് ചെയ്തു നോക്കണേ ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തൊരു 2 ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക ഒരു ക്ലാസ്സും കൂടി ഇല്ല ഇന്ന് കഴിഞ്ഞോ ഓക്കെ അതപ്പോ എല്ലാരും ഇതിപ്പോ എല്ലാരും എഴുതിയെടുത്തില്ലേ അതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ